എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ റോസ്റ്റ് എന്ന് പറഞ്ഞ എന്തോരം സ്റ്റാറുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇൻസ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ, ദാണ്ടിപ്പോ അവസാനം ഡിഫിക്കൽട്ടി സ്റ്റാർ. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? പക്ഷെ ഇതൊന്നും അല്ലാത്ത ഒരാളുണ്ട്. പരാശക്തി ഹീറോടാ. പരാശക്തി ഹീറോ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ചലഞ്ചിങ് സ്റ്റാർ ദർശൻ സർ. ആ പേര് കേട്ടപ്പോ തന്നെ പെടപെടപ്പ തോന്നുന്നുണ്ടല്ലേ? ഇതെന്ത് ഭാഷ കച്ചറ. 5 കൂട്ടം കറി വെച്ച് കാമളി കൊടുത്താലും 10 പക്കം ചളി വെച്ച് കരിമ്പുലി കൊടുത്താലും അതൊന്നും ആർക്കും വേണ്ട. എല്ലാവർക്കും ചലഞ്ചിങ് സ്റ്റാറിനെ മതി. നിങ്ങളിവിടെ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേറൊന്നുമല്ല, ഈ കിരീടം സിനിമ കാണാതെ ചെങ്കോല് കണ്ടതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതേപോലെ ദേവാസുരം കാണാതെ രാവണപ്രഭു കണ്ടിട്ടും കാര്യമില്ല. അതേപോലെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് മീനത്തിൽ താലികെട്ടും മിസ്റ്റർ അപരാധിയും ആക്രാന്തിയൊക്കെ കണ്ടിട്ട് വന്നാൽ കുറച്ചുകൂടെ സെറ്റ് ആയിരിക്കും. കാരണം ഒരുപാട് റെഫറൻസുകൾ കാണും. ഇവിടെ റെഫറൻസുകൾ വെച്ച് ആൾക്കാർ മൊത്തം പടം തന്നെ എടുക്കുന്നു. അപ്പൊ പിന്നെ നമുക്കൊരു വീഡിയോ അങ്ങനെ എടുക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടായിരിക്കും, എന്തോന്നറിയാം ഇവൻ ഡെയിലി ചലഞ്ചിങ് സ്റ്റാർ എന്ന് പറഞ്ഞ് വരുന്നതെന്ന്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിർത്തി. കാരണം ഇത് ഞാൻ ഫേസ് 1 അണ്ണന് കൊടുക്കുന്ന എൻ ഗെയിമാണ്. അതിന് അല്ല, അപ്പൊ നമുക്കൊക്കെ ലാലേട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന 2 സീനുകളിനകത്ത് ഒരെണ്ണമാണ്. എക്സ്ക്യൂസ് മീ, സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി. അപ്പൊ ഈ സീൻ കന്നഡക്കാരൊന്ന് ചവച്ചരച്ച് തുപ്പിയായിരുന്നു. എക്സ്ക്യൂസ് മീ, മേ ഐ നോ യുവർ ഗുഡ് നെയിം പ്ലീസ്? സാഗർ അലിയാസ് ജാക്കി. അപ്പൊ ഇങ്ങനെയാണ് റിബൽ സ്റ്റാർ. കന്നഡയുടെ ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് നല്ല ചോദ്യം, കാര്യമുണ്ട്. അതായത് നമ്മൾ ഈ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന പടത്തിന്റെ പേര് അംബരീഷ എന്നാണ്. അതായത് ഈ റിബൽ സ്റ്റാറിന്റെ ഒറിജിനൽ പേരാണത്. അത് മാത്രമല്ല, ഞാൻ അഭിനയിക്കുന്നില്ലെങ്കിൽ എന്റെ പേരും വെക്കേണ്ടെന്ന് പറഞ്ഞ് റിബൽ സ്റ്റാർ ഇതിനകത്ത് കയറി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കുള്ള കാര്യം ഇതൊന്നുമല്ല. പുറത്തുള്ള ഇൻഡസ്ട്രികളിലൊക്കെ പുതുതായിട്ട് സൂപ്പർ സ്റ്റാർ ആവാൻ പോകുന്നവർ പഴയ സൂപ്പർ സ്റ്റാറുകളുടെ മൂഡ് താങ്ങുന്ന ഒരു കലാചാരമുണ്ട്. അതായത് ഇപ്പോൾ ഈ തെലുങ്കിൽ അല്ലു അർജുനും രാംചരണും ചിരഞ്ജീവിയുടെ മൂഡ് താങ്ങിയ പോലെ, അല്ലെങ്കിൽ ഈ നന്ദമുരി ഫാമിലിയിൽ നടക്കുന്ന പേക്കൂത്ത് പോലെ, അതേപോലെ കന്നഡയിൽ മൊത്തം കൂടെ 3 സൂപ്പർ സ്റ്റാറുകളാണ് ഉണ്ടായിരുന്നത്. 1 വിഷ്ണുവർദ്ധൻ, 2 രാജ്കുമാർ, 3 അംബരീഷ്. ഇതിനകത്ത് രാജ്കുമാർ ശിവരാജ് കുമാറിനെ പുനീത് രാജ്കുമാറിന്റെ അച്ഛനായതുകൊണ്ട് പുള്ളിയെ പൂജിക്കാനുള്ള റൈറ്റ്സ് അവർ ഔട്ട്സോഴ്സ് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ തൊടാൻ പറ്റില്ല. ബാക്കിയുള്ള 2 എണ്ണത്തിനകത്ത് വിഷ്ണുവർദ്ധനെ സുദീപ് പണ്ടേ ലോക്ക് ചെയ്ത് വിഷ്ണുവർദ്ധന എന്ന് പറഞ്ഞൊരു പടവും അങ്ങ് ചെയ്തു. അപ്പോൾ പിന്നെ ആകെ ബാക്കിയുള്ളത് അംബരീഷ് ആയതുകൊണ്ട് ദർശൻ സാർ അംബരീഷിനെ കയറി പിടിച്ചു. അവിടെ വിഷ്ണുവർദ്ധന ആണെങ്കിൽ ഇവിടെ അംബരീഷ എന്ന് പറഞ്ഞൊരു പടവും അങ്ങ് ചെയ്തു. ഫൺ ഫാക്ട്, പുനീത് രാജ്കുമാർ രാജ്കുമാര എന്ന് പറഞ്ഞൊരു പടവും ചെയ്തിട്ടുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അപ്പോൾ നമ്മളെല്ലാവരും തലൈവറുടെ പടയപ്പം കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനി കാണാത്തവർക്ക് വേണ്ടി അതിനകത്ത് നീലാംബരി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് തലൈവരെ തന്നെ വേണം. പക്ഷേ തലൈവർക്ക് ആക്ച്വലി വസുന്ധര എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെയാണ് ഇഷ്ടം. അപ്പോൾ തലൈവർ വസുന്ധര കെട്ടാതിരിക്കാനായിട്ട് നീലാംബരി പല പരിപാടിയും ചെയ്യും. ഇതിനിടയ്ക്ക് ഭയങ്കര പണക്കാരനായിരുന്ന തലൈവർ പെട്ടെന്ന് പാവപ്പെട്ടവനായി പിന്നെ ഒരേ പാട്ടിൽ തന്നെ പിന്നെയും പണക്കാരനാവുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ പടം ആക്ച്വലി ചലഞ്ചിങ് സ്റ്റാറിന് ഒരു പടയപ്പം മാതിരി. അപ്പോൾ പടം തുടങ്ങുമ്പോൾ പൊടുപൊടാന്ന് പൊള്ളുന്ന ബാംഗ്ലൂരിൽ പടപെടാവുന്നൊരു ഫ്ലൈറ്റ് വന്നിറങ്ങും. അതിനകത്ത് നമ്മുടെ നീലാംബരിയും വന്നിറങ്ങും. ഈ സിനിമയിലെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ എന്ത് കിടുവാണെന്ന് അറിയാമോ? ഫോർ എക്സാമ്പിൾ, കാശൊക്കെ ഒരുമാതിരി ടിഷ്യൂ പേപ്പർ പോലെ ഡീൽ ചെയ്യുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ സിനിമയിൽ എങ്ങനെ കാണിക്കും? അതിപ്പോ നിങ്ങൾ ഇനി എങ്ങനെ കാണിച്ചാലും ഈ സിനിമയ്ക്ക് അത് കാണിക്കുന്ന പോലെ ഗംഭീരമായിട്ട് കാണിക്കാനേ പറ്റില്ല. അപ്പോൾ ചേച്ചി വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ ഡാഡി പണിയുന്ന ബിൽഡിങ്ങിൻ്റെ ഭൂമി പൂജയ്ക്കാണ്. അപ്പോൾ ചേച്ചി വന്നിട്ട് ചോദിക്കും, എന്നാൽ പിന്നെ എല്ലാവരും ആയാലും, എന്നാൽ പിന്നെ നമുക്കങ്ങ് തുടങ്ങിയാലോ. അപ്പോൾ കൂടെ നിൽക്കുന്നവർ പറയും, ഇല്ല ഒരാളും കൂടെ വരാനുണ്ട് ഭൂമി പൂജ ചെയ്യാനെന്ന്. അപ്പോൾ ചേച്ചി ചോദിക്കും, ആരാ CM ആണോ എന്ന്. ഉടനെ അവർ പറയും, അതെ CM. അല്ല, ഈ CM എന്ന് പറഞ്ഞാൽ ചലഞ്ചിങ് മാൻ. അപ്പോൾ ചലഞ്ചിങ് സ്റ്റാർ ഒരു കൊട്ട JCB കൊണ്ടുവന്ന് കൂത്തങ്ങ് തുടങ്ങാം. അപ്പോൾ നമുക്ക് തന്നെ സംശയം, ഭൂമി പൂജയും ഈ കൂത്തും തമ്മിൽ എന്താണ് ബന്ധം? ഇതേ സംശയം നീലാംബരിയും ചോദിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അണ്ണൻ ചെയ്ത് ഇച്ചിരി മുറ്റായിട്ടാണ് മ്യൂസിക്കൽ ഭൂമി പൂജ. ഇനിയിപ്പോൾ ചമ്പക്കുളത്തെ പഞ്ചാരിമേളമാണെന്ന് പറഞ്ഞാലും ചൂടെടുത്ത് കഴിഞ്ഞാൽ നീലാംബരിയുടെ കാര്യം അറിയാമല്ലോ. ചേച്ചി പേഴ്സ് കൊടുന്ന് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് സ്വെറ്റ് തുറച്ചിട്ട് അത് ചുരുട്ടി താഴെറിയുന്നു. ഉടനെ ഇത് കണ്ട അണ്ണൻ ഒരു KGF മോഡൽ മാസ് ഡയലോഗ്, ഞങ്ങൾ വേർത്തുണ്ടാക്കുന്ന പൈസ നിങ്ങൾ വേർപ്പ് തുടയ്ക്കാൻ ഉപയോഗിക്കുന്നു. അണ്ണ മാസ് ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് ഇറങ്ങിപ്പോയിട്ട് ശിങ്കടയുടെ ബിൽഡപ്പ് തീർന്നില്ല.
ചാർമിനാർ, താജ്മഹൽ സിംഗിൾ പീസ്. അതേപോലെ ഞങ്ങളുടെ അണ്ണനും സിംഗിൾ പീസ് മാസ്റ്റർ പീസ്. ചാർമിനാർ, താജ്മഹൽ ഞങ്ങളുടെ അണ്ണനും സിംഗിൾ പീസ് മാസ്റ്റർ പീസ്. ഈ ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ നീലാംബരിക്ക് പുല്ല. നീലാംബരിക്ക് കൊണ്ടൊരു പഞ്ച് ഡയലോഗ്, ഈ സ്മാഷിനോട് ക്ലാഷ് ചെയ്ത ആഷ് ആവും. സ്മാഷ്, ക്ലാഷ്, ആഷ്, എന്തൊരു റൈമിങ്! ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ അണ്ണൻ എന്തായാലും കല്യാണപ്രായമല്ലോ. എപ്പോൾ കല്യാണത്തിനെ പറ്റി ചോദിച്ചാലും ടൈം ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അണ്ണൻ്റെ പഞ്ചവർണ്ണത്തിൽ ശുക്രൻ ഉദിച്ച് നിൽക്കുകയാണല്ലോ. ശുക്രൻ അടിച്ചാലുണ്ടല്ലോ, ആരടിച്ചാലും ഞാൻ തിരിച്ചടിക്കും. എന്തായാലും അണ്ണൻ ഇതിനേക്കാൾ വലിയൊരു അടി കിട്ടാനില്ല. ഇതാണ് പടയപ്പട തോഴി. വിഴിഞ്ഞിരിക്കുന്ന പൂവ് നോക്കി വേളി പോലെ ചിരിക്കുന്ന ഈ ചേച്ചിയാണ് നമ്മുടെ നായിക. ചേച്ചി ഒരു മാരിയാണ്. പ്രാവെന്ന് പറഞ്ഞാൽ അങ്ങ് ചാവും. രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി വെഴും വയറ്റിൽ വന്ന് പ്രാവിന് തീറ്റ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നിസ്സാര പാസമല്ലല്ലോ. ചേച്ചിയുടെ ഈ പാസം കണ്ടാണ് എല്ലാവരും വീഴാറ്, അല്ലേ? മൂവിങ് ഓൺ. അപ്പോൾ ഈ പടത്തിലെ മെയിൻ വില്ലൻ്റെ പേര് RDX എന്നാണ്. അങ്ങേര് ബംഗളൂരിലെ ആൾക്കാർക്ക് ബിങ്കോ കളിക്കാനായിട്ട് ഉണ്ടാക്കുന്ന ക്യാസിനോ വൻ ഹിറ്റ് ആവണമെങ്കിൽ അഡ്രസ്സ് ഇല്ലാത്തൊരു പെണ്ണിനെ ബലി കൊടുക്കണമെന്ന് ഏതോ ഒരു സ്വാമിജി പറഞ്ഞത് പ്രകാരം അങ്ങേരുടെ ഗുണ്ടകൾ പോയി ഒരു സ്ലമ്മിൽ നിന്ന് ഒരു പെണ്ണിനെ കടത്തിക്കൊണ്ട് വന്ന് ബലി കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് അവളുടെ കെട്ടിയും പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്ക് നിനക്കൊക്കെ എന്താണ് അഡ്രസ്സ് എന്ന് ചോദിച്ചാൽ അവിടുത്തെ പോലീസുകാരൻ അയാളെ അപമാനിക്കും. പെട്ടെന്ന് എന്നിട്ട് മാനത്തുനിന്ന് പൊട്ടി വീണ പോലെ അണ്ണൻ വരും. അണ്ണന് കന്നഡയോടുള്ള സ്നേഹം എല്ലാവർക്കും അറിയാലോ. അണ്ണൻ പറയും, എഴുതിക്കോ, കന്നഡിക ഐഡന്റിറ്റി, കർണാടക അഡ്രസ്. ഇത് കേട്ടോടനെ ആ പോലീസ് വട്ടനാണെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും ആ അഡ്രസ്സിൽ തന്നെ കേസ് എഴുതിക്കോളാൻ പറയും. ഇത് കണ്ടോടനെ മറ്റേ ആ കെട്ടിയവന് സന്തോഷമോ? ഇയാൾ എന്തിനാണ് സന്തോഷിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് അണ്ണൻ്റെ പടയപ്പയാണ്. അണ്ണന് രണ്ട് നായികമാർ. ഇതിനകത്ത് നീലാംബരിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന പ്രിയാമണി, വസുന്ധരയായിട്ട് അഭിനയിച്ചിരിക്കുന്ന രജിതാറ. ഇവർ തമ്മിലുള്ള അണ്ണന് വേണ്ടിയുള്ള ചന്ത ലെവൽ അടി പടത്തിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ ആദ്യം കാണുന്ന ഒരു പെറ്റ് ഷോപ്പിൽ വെച്ചാണ്. അവിടെ ഒരു ബൂമർ അമ്മാവന് ഒരു ഹൈലി സ്കിൽഡ് പ്രാവിനെ വെറും 2000 രൂപയ്ക്ക് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നീലാംബരി ഇത് കണ്ടപ്പോൾ തന്നെ നീലാംബരിക്ക് അത് വേണമെന്ന് പറഞ്ഞ് നീലാംബരി അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ബൂമർ അമ്മാവൻ പറയും അത് ഓൾറെഡി ബുക്ക്ഡ് ആണ്. ആരാ ബുക്ക് ചെയ്തിരിക്കുന്നത്? നമ്മുടെ നായിക ചേച്ചി. നായിക വന്നിട്ട് കൈ കൊടുത്ത് പരിചയപ്പെടാൻ നോക്കുമ്പോഴത്തേക്ക് നീലാംബരി പുച്ഛിച്ച് വിടും. അപ്പോൾ ഇവർ നമ്മളെ പ്രശ്നം തീർക്കാനായിട്ട് അവസാനം ബൂമർ അമ്മാവൻ ഒരു ഐഡിയ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രാവ് ഹൈലി സ്കിൽഡ് ആണല്ലോ. അപ്പോൾ ഈ പ്രാവിനെ പറത്ത് വിട്ടിട്ട് ഈ പ്രാവ് ആരുടെ ദേഹത്ത് വന്നിരിക്കുന്നു അവർക്ക് പ്രാവിനെ കൊടുക്കും. പിന്നീട് അങ്ങോട്ട് ബാക്ക്ഗ്രൗണ്ട് അനങ്ങാതെ ഓൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ ഒരു പ്രാവ് പറത്തല്ലേ. പ്രാവിനെ എടുക്കുന്ന നായികനെ കിട്ടും. പക്ഷേ നീലാംബരിക്ക് ഭയങ്കര ക്ഷീണമാവും. ഈ ക്ഷീണത്തിൽ നിന്ന് നീലാംബരി ഒന്ന് പൊങ്ങി വരുന്നതിനിടയ്ക്ക് തന്നെ നീലാംബരിയുടെ അച്ഛനെ RDXൻ്റെ ഗുണ്ടകൾ വന്ന് അറ്റാക്ക് ചെയ്യും. മറ്റേ പോലീസ് സ്റ്റേഷനിനകത്ത് മാനത്ത് നിന്ന് പൊട്ടി വീണ പോലെ ഇതിനകത്ത് ലിറ്ററലി അണ്ണം മാനത്ത് നിന്ന് പൊട്ടി വീണിട്ട് എല്ലാ എണ്ണത്തിനും അടിച്ച് പതപ്പിക്കും. അങ്ങനെ രക്ഷിച്ചു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് വെറും കൽപ്പണിക്കാരനായിരുന്ന അണ്ണനെ ഹെഡ് ഓഫ് കൺസ്ട്രക്ഷൻസ് ആയിട്ട് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യും. പക്ഷേ ഇത് കണ്ടു നിന്ന പ്രിയാമണി പറയും, നീ എന്റെ അച്ഛനെ ഇംപ്രസ് ചെയ്ത പോലെ എന്നെ ഇംപ്രസ് ചെയ്യാൻ നോക്കണ്ട. അപ്പോൾ അണ്ണൻ പറയും, എനിക്ക് എൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടല്ലോ. ബാംഗ്ലൂരിൽ ഒരാൾക്ക് കൂര പണിയണമെങ്കിൽ പോലും RDX മാമൻ്റെ മാഫിയയുടെ അനുവാദം വേണം. അപ്പോൾ ഈ മാഫിയ പ്രശ്നങ്ങളൊക്കെ ഇവിടുന്ന് തുടച്ചു നീക്കാനായിട്ട് ബംഗളൂരു സിറ്റിയിലേക്ക് ഒരു സിംഗം വരും. എന്നിട്ട് അവരുടെ 1 day ആക്ഷൻ. അപ്പോൾ ഇതിനിടയ്ക്ക് നീലാംബരി നായികയും കൂടെ പിന്നെയും കാണും. നീലാംബരിക്കാണെങ്കിൽ നായികയെ പണ്ടേ കണ്ടുകൂടല്ലോ, കാരണം ഇവളുടെ പ്രാവിനെ അടിച്ചുകൊണ്ട് പോയല്ലേ. ഇതിൻ്റെ കൂടെ എവളും അണ്ണനും കൂടെ കൊഞ്ചി കുഴയുന്നത് നീലാംബരിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ ഒരു കല്ല് 2 പൂവമ്പഴം എന്ന് പറയുന്ന പോലെ ചേച്ചി ഒരു തീരുമാനം അങ്ങ് എടുക്കും, അണ്ണനെ സെഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരാളെ സെഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അയാളെ മാത്രം സൈഡിലോട്ട് വിളിച്ചുകൊണ്ട് പോയി സെഡ്യൂസ് ചെയ്താൽ പോരെ. പക്ഷേ അതിന് മുമ്പ് അയാളുടെ വീട്ടുകാരെ സെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. നീലാംബരി നേരെ സാരി എടുത്ത് അണ്ണൻ്റെ വീട്ടിലോട്ട് കയറി ചെല്ലും. ആദ്യം വീട്ടുകാർ ഫ്ലാറ്റ്, പിന്നെ നായികയുടെ കാര്യം. ഇനി അടുത്തത് അണ്ണനെ ചേച്ചിയുടെ ഫ്ലാറ്റിലോട്ട് വിളിക്കും. ഫ്ലാറ്റിനകത്തോട്ട് കയറുന്നവരെ കൈയും വീശി വന്ന അണ്ണൻ ചേച്ചിയെ കണ്ട ഉടനെ 2 കൈ എടുത്ത് പോക്കറ്റിലോട്ട് അങ്ങ് ഇടും. അണ്ണാ. അപ്പോൾ നീലാംബരി അണ്ണനോട് പറയും, ബിൽഡിംഗ് സ്ട്രക്ചർ നോക്കിയത് മതി, ഇനി എന്റെ സ്ട്രക്ചർ നോക്ക്. അണ്ണൻ 1 woman man ആയതുകൊണ്ട് തന്നെ അതിനെ പുച്ഛിച്ച് വിടും. പക്ഷെ അണ്ണൻ എന്തുകൊണ്ട് അത് സ്വീകരിക്കുന്നില്ല എന്നുള്ളതിന് അണ്ണൻ മണിക്കൂറുകൾ എന്ന് റീസൺ പറയും. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ? സുനാമി മുഖമൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ചേട്ടന്റെ പേരെന്താ? യു മീൻ നെയിം? റെഡ്ഡി. റെഡ്ഡി. ഫുൾ നെയിം എന്താ? రాజశేఖర రెడ్డి. നല്ല പേരല്ലേ? వెంకటేశ్వర రాజశేఖర రెడ్డి. యదుగురి వెంకటేశ్వర రాజశేఖర రెడ్డి. అల్లరి నాగేంద్ర విజయవాడ అల్లుడు గొప్ప యదుగురి వెంకటేశ్వర రాజశేఖర రెడ్డి. గొట్టపెట్ట శ్రీనివాస అల్లరి నాగేంద్ర విజయవాడ అల్లుడు గొప్ప యదుగురి వెంకటేశ్వర రాజశేఖర రెడ్డి. అమ్మగంట గోల. അമ്മകണ്ട കോല. వై యువర్ టెన్షన్? దిస్ ఇస్ మై నిక్నేమ్ ఓన్లీ. അപ്പോൾ ചേച്ചിയുടെ സ്ട്രക്ചറിനെ അവമാനിച്ച ചേച്ചിക്ക് ഭയങ്കര വിഷമമായി. അതുകൊണ്ട് തന്നെ ആ ബിൽഡിങ്ങിൻ്റെ 2nd ലെവൽ പൂജയ്ക്ക് പാല് കാച്ചാനായിട്ട് അകത്തോട്ട് കയറി പോകുന്ന അണ്ണനെ പിടിച്ച് നിർത്തി ചേച്ചി അപമാനിക്കും. ചേച്ചി അണ്ണനെ അവമാനിക്കുന്നുണ്ട് സഹിക്കാതെ അവളുടെ തന്ത തന്നെ ഇവളുടെ അടുത്ത് പറയും, അച്ഛനെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവാനേ പുണ്യം ചെയ്യണം. പക്ഷെ അവിടെ കൊണ്ട് നിർത്തിയിട്ടെങ്കിൽ പിന്നെ ഒരു മര്യാദ ഉണ്ടായിരുന്നു. ചേച്ചി വീണ്ടും മൊട്ടമാടിക്ക് എന്നിട്ട് ചലഞ്ചിങ് സാറിനെ വീണ്ടും കുറേ ചെയ്ത് പറയും. ചേച്ചി പറയും, നിനക്ക് ഒരിക്കലും എൻ്റെ ഈ ഹൈറ്റിലേക്ക് എത്താനാവില്ല എന്ന്.
ചലഞ്ചിങ് സ്റ്റാറിനോടാ കളി. വാ സൂപ്പർ. എന്നിട്ട് ഇവർ കുറേ നേരം നിന്ന് സംസാരിക്കും. പക്ഷേ ശരിക്കും ഇവർക്ക് ഈ സംസാരിക്കുന്നതൊക്കെ കേൾക്കാവുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നീലാംബരി ആണെങ്കിൽ ഒരു ചലഞ്ച്, ആണെങ്കിൽ ഒരു ബിൽഡിംഗ് തന്നെ പണിഞ്ഞ് കാണിക്കാൻ. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. എന്തായാലും അതുവരെ കൂലിപ്പണിയിൽ സന്തോഷനായിരുന്ന അണ്ണൻ ഒറ്റ പാട്ടിൽ തന്നെ പണക്കാരനാവാൻ തീരുമാനിക്കും. ഇതേ സമയത്ത് തന്നെ RDX അങ്ങനെ കാസിനോ പണിയാനുള്ള കോൺട്രാക്ട് നീലാംബരിക്ക് കൊടുക്കും. അവരവിടെ സ്ഥലത്ത് നിന്ന് പണി തുടങ്ങാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അണ്ണൻ വരും ഒരു വാളുമായിട്ട്. അപ്പോൾ ഈ വാൾ അണ്ണൻ ഒരു പ്രതിമയിൽ നിന്ന് കളഞ്ഞു കിട്ടിയാണ്. ആരുമില്ലാത്ത കാട്ടിൽ എറണം കെട്ട സമയത്ത് വല്ലവന്റെ പറമ്പിലോട്ട് ഇടിച്ചു കയറി ചെന്ന് കഴിഞ്ഞാൽ ആരായാലും ചോദിക്കും, ആരാണ് നീ, എന്തിനാണ് നിനക്ക് വേണ്ടത്? അപ്പോൾ അതേപോലെ അവരും ചോദിച്ചു. അതിന് അണ്ണൻ ഒരു എർത്ത് ഷാറ്ററിംഗ് റെസ്പോൺസ് കൊടുക്കും. അപ്പോൾ ഈ വാൾ ആക്ച്വലി ബാംഗ്ലൂർ കണ്ടുപിടിച്ച കമ്പേഗൌഡ എന്ന് പറഞ്ഞൊരു ചക്രവർത്തിയിലാണ്. ഈ റോളിലാണ് നമ്മുടെ റിബൽ സ്റ്റാർ അഭിനയിച്ചിരിക്കുന്നത്. അങ്ങേരുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കാനായിട്ട് ഒരു ഫുൾ രാജാപ്പാട്ട് കാണിക്കും വിത്ത് കിടിലം VFX. അപ്പോൾ ഇങ്ങേറെ ഈ ചരിത്രം മുഴുവൻ കേട്ട് ചാർജായ അണ്ണൻ തീരുമാനിക്കും ബംഗളൂരിനെ അങ്ങനെ മാഫിയൊന്നും വിട്ടുകൊടുക്കില്ല. പിന്നെ കൂടെ നിൽക്കുന്നവർ ഭയങ്കര സപ്പോർട്ടായിരുന്നല്ലോ. അവരണ്ണനെ പിരികേറ്റി വിടും. അണ്ണനാണ് പുതിയ കമ്പേഗൌഡ എന്ന് പറഞ്ഞ്. അണ്ണൻ നേരെ ആ വാളുമായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് കയറി ചെന്നിട്ട് രണ്ടെണ്ണത്തിനെ അങ്ങ് ചാമ്പും. തിരിച്ചിറങ്ങി വരുമ്പോൾ താണ്ടി ഈ കിളവൻ പോലീസ് അണ്ണനെ നോക്കി സല്യൂട്ട് ചെയ്യും. അങ്ങേരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. റിട്ടയർ ചെയ്യാൻ 2 ആഴ്ച ഉള്ളപ്പോൾ ഇനി വീട്ടിലോട്ട് തിരിച്ച് വണ്ടിയിൽ പോകണോ അതോ പെട്ടി പോകണോ എന്ന് ആലോചിച്ചപ്പോൾ ഇതാണ് ശരിയെന്ന് അങ്ങേർക്ക് തോന്നിക്കാണും. മറ്റേ നമ്മുടെ ചൈന ടൗണിനകത്ത് സുരാജൊക്കെ ചെയ്യുന്ന പോലെ. ഇതിനിടയ്ക്ക് സെക്കൻഡ് വില്ലൻ അണ്ണനെ കോൾ ചെയ്യും. വെയിറ്റ് ഓ എന്തായാലും സെക്കൻഡ് വില്ലൻ അണ്ണൻ്റെ ഭീഷണി കേട്ട് പേടിക്കും. പക്ഷേ എല്ലാ വില്ലൻ്റെയും കൂടെ ബുദ്ധി ഇല്ലാത്തൊരുത്തൻ കാണുമല്ലോ. അവൻ ആൾക്കാരെ കൂട്ടി അണ്ണൻ്റെ അടുത്തോട്ട് ചെല്ലും. അണ്ണൻ ആ വാൾ വെച്ച് എല്ലാ അണ്ണത്തിനും പോകും. വെട്ടിന് കണ്ണിലോട്ട് ചോര ഇറച്ച് കാരണം അണ്ണൻ കണ്ണ് കാണാതെ ഒരു സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ ദാണ്ട കുറേ മഞ്ഞപ്പൊടി കലക്കിക്കൊണ്ട് അണ്ണൻ്റെ തലവഴി ഒഴിക്കുന്നു. കൊല്ലുകൂടെ നീയൊക്കെ കൂടെ. അങ്ങനെ കണ്ണി മഞ്ഞപ്പൊടി വീണ് കഴിഞ്ഞാൽ കണ്ണടയ്ക്കാത്തൊരു തലവനായിരുന്നു ആ നാടിന് വേണ്ടത്. അങ്ങനെ അണ്ണൻ ആ നാടിൻ്റെ പുതിയ പടയപ്പയായി. മാഫിയാവത് മൈരാവത്. അണ്ണൻ സ്വന്തം കമ്പനിയൊക്കെ തുടങ്ങി മാഫിയൊക്കെ തുടച്ച് നീക്കി ബിൽഡേഴ്സ് അസോസിയേഷൻ്റെ ഹെഡുമായി. അപ്പോൾ ചലഞ്ച് സക്സസ്ഫുള്ളി അക്സെപ്റ്റ്. പക്ഷേ ഇത് കണ്ടിട്ട് നീലാംബരിക്ക് ഭ്രാന്താവും. അപ്പോൾ പിള്ളേരെ തീറ്റിക്കാനായിട്ട് ഒടിയൻ്റെ കഥ പറയുന്ന പോലെ എവളുടെ ഭ്രാന്ത് അടക്കാനായിട്ട് അണ്ണൻ്റെ ഫ്ലാഷ് ബാക്ക് പറയും. അതായത് അണ്ണൻ്റെ ഫ്ലാഷ് ബാക്കിൽ അണ്ണൻ ഗോമാതാക്കളെ പരിപാലിക്കുന്ന ഒരു ഗോപാലനായിരുന്നു. അതായത് അമ്പലക്കുളത്തിൽ മുങ്ങുന്നവർ അരിഞ്ഞാണത്തിൽ നിന്ന് കളഞ്ഞു പോകുന്ന മുത്ത് വരെ പെറുക്കി എടുത്ത് കൊടുക്കുമായിരുന്നു. അത്രയും പാവം. പക്ഷെ അന്നും വല്ലവരുടെയും പ്രസിദ്ധി ചെന്ന് തലയിടുന്ന അണ്ണൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റമില്ല. അപ്പോൾ അണ്ണൻ്റെ കൂടെയുള്ള ഒരാൾ ഒരു സമീന്താറ് തല്ലുമ്പോഴത്തേക്ക് അണ്ണൻ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കൈയിടും. അപ്പോൾ സമീന്താറ് പറയും കാശ് തന്നിട്ട് കൊണയ്ക്കാൻ. എന്നിട്ട് സമീന്താറാണ് അണ്ണനൊരു ചലഞ്ചും കൊടുക്കും. അതായത് 1 വർഷത്തിനുള്ളിൽ ആ കാശ് തന്ന് തീർക്കണമെന്ന്. ഈ പടത്തിലെ തന്നെ ഇത് 3ാമത്തെ ചലഞ്ചാണ്. അങ്ങനെ കാശ് ഉണ്ടാക്കാനായിട്ട് മനസ്സില്ലാ മനസ്സോടെ അണ്ണൻ ഗോമാതാക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നാട് വിടാൻ പോകും. ആ ഗോമാതാക്കൾ വരെ പറയും അങ്ങനെ അണ്ണൻ ബാണ്ടൊക്കെ കെട്ടി നാട് വിടാൻ പോകുമ്പോഴത്തേക്ക് ആ നാട് തന്നെ അണ്ണൻ്റെ കൂടെ ഇങ്ങനെ പോരും. എന്തായാലും അണ്ണൻ്റെ ഫ്ലാഷ് ബാക്ക് കേട്ട് നീലാംബരി ഫ്ലാറ്റ് പാരലലി അണ്ണൻ നാട് നന്നാക്കാണല്ലോ. അപ്പോൾ ഇനി അണ്ണൻ ഗുഡ്നസ് സോങ്. ചലഞ്ചിങ് സ്റ്റാറിന് കാറുകൾ വീക്ക്നെസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ കൂടെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ. അണ്ണൻ ഇങ്ങനെ നടക്കുന്നു, ബിൽഡിങ്ങുകൾ പൊളിയുന്നു, മരങ്ങൾ മുളയ്ക്കുന്നു. പക്ഷെ എന്നാലും ഈ ഷോട്ട് ഞാൻ എവിടെയോ നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. പക്ഷേ ഇതിനിടയ്ക്ക് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു. അണ്ണൻ എവിടെ ചെന്നാലും അങ്ങ് വാൾ വെക്കുകയാണ്. അപ്പോൾ ഈ വാൾ ആക്ച്വലി റിബൽ സ്റ്റാറിൻ്റെ ആണല്ലോ. കാര്യം അണ്ണൻ ബംഗളൂരു ക്ലീൻ ചെയ്യാൻ എടുത്തതാണെങ്കിലും അണ്ണനും തോന്നിക്കാണും അങ്ങനെ അത് തിരിച്ചു കൊടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ബാംഗ്ലൂർ സിറ്റിയിലെ കറണ്ടൊക്കെ അടിച്ച് പോയിട്ട് റിബൽ സ്റ്റാർ തന്നെ നേരിട്ട് വരും. എന്നിട്ട് ഒരു മാതിരി ചിക്കൻ മപ്പാസ് തന്നിട്ട് കാസറോൾ കഴിവാതെ തിരിച്ചു കൊടുക്കുന്നവരോട് പറയുന്ന പോലെ ധൃതിയൊന്നുമില്ല മക്കളെ, മൊത്തം ക്ലീൻ ചെയ്തിട്ട് തന്നാൽ മതി. അപ്പോൾ എന്തായാലും അണ്ണൻ ബാംഗ്ലൂർ സിറ്റി അടക്കി വാഴുമ്പോഴത്തേക്ക് RDXന് പിന്നെ മാഫിയ തുടരണമെങ്കിൽ തിരിച്ചു വരണമെന്നുള്ളൊരവസ്ഥയായി. RDX നേരെ വന്നിട്ട് പ്രിയാമണിയെ കിഡ്നാപ്പ് ചെയ്യും. അണ്ണൻ അവിടെയും വരും വാൾ വെക്കാനായിട്ട്. ഫൈറ്റ് സീൻ നേരെ ബാറ്റിൽ ഗ്രൗണ്ടിലേക്ക് മാറും. രണ്ടുപേരും കൂടെ തല്ലിച്ചാവുന്നത് കാണാനായിട്ട് ജനം തടിച്ചു കൂടും. അപ്പോൾ നമ്മൾ വിചാരിക്കും അണ്ണൻ ഇപ്പോൾ RDXനെ തട്ടുവന്നു. പക്ഷേ RDX നമ്മൾ വിചാരിച്ച പോലല്ല. RDX ബ്രില്യൻ്റ് ആണ്. RDX അവിടെ മുഴുവൻ RDX കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കണ്ടെങ്കിൽ അണ്ണൻ സ്വയം മരണം വരിക്കണം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അണ്ണൻ അവസാനം കുഴിയിലേക്ക് നടന്നിറങ്ങുന്നു. JCB വഴി അണ്ണൻ്റെ പെടലിക്കോട്ട് മണ്ണ് കോരിയിടുന്നു. കഴുത്തൊടിയും മൈരേ. അങ്ങനെ അണ്ണനെ ജീവനോടെ കുഴിച്ചിടും. അപ്പോൾ എല്ലാം ശുഭമായി ഉറപ്പിക്കാനായിട്ട് വില്ലൻ ചെന്നിട്ട് ആ കുഴിയുടെ മുള്ളൊന്ന് ചവിട്ടാൻ പോകുമ്പോഴത്തേക്ക് ആ വാളിൽ ലൈറ്റ് കത്തും. പെട്ടെന്ന് കുഴി പൊളന്ന് അണ്ണൻ പുറത്ത് വരും. ഈ സീൻ ഞാൻ എവിടെയോ പിന്നെ അറിയാലോ. 1 2 3 4 5
അണ്ണൻ എല്ലാവരെയും കൊന്നിട്ട് ബാംഗ്ലൂർ സിറ്റി ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞ് തിരിച്ച് ബസ് കയറാൻ പോകുമ്പോഴത്തേക്ക് ഒരു കള്ള ബടവ വന്ന് ചോദിക്കും, മക്കളെ ഇനിയും മാഫിയ തിരിച്ചു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ബസ്സിലോട്ട് കയറാൻ പോയ അണ്ണൻ തിരിച്ചിറങ്ങി വന്നിട്ട് ആ കള്ള ബടവയെ നോക്കിയിട്ട് വളരെ സീരിയസ് ആയിട്ട് പറയും, സോഷ്യൽ മീഡിയ പരസ്യങ്ങളിൽ നിന്നോ അജ്ഞാത ഗ്രൂപ്പുകളിൽ നിന്നോ നിക്ഷേപ ടിപ്സുകൾ ഒരിക്കലും സ്വീകരിക്കരുത്. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലിപ്പൊളി വിറ്റുകളും അടിക്കും.